ജനങ്ങളുടെ പരാതികളും രഹസ്യ വിവരങ്ങളും ലഭിക്കുന്നതനുസരിച്ച് നമ്മൾ ഊർജിതമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ ഇടയിലേക്കാണല്ലോ ഇപ്പോൾ കൂടുതൽ ലഹരി വ്യാപിക്കുന്നത്. അപ്പോൾ ആ കുട്ടികളുടെ ആണെങ്കിൽ നമ്മൾ മാതാപിതാക്കളെ ബന്ധപ്പെടാറുണ്ട്. നമ്മൾ പറയുമ്പോഴാണ് മാതാപിതാക്കൾ തന്നെ അറിയുന്നത് എൻ്റെ മകൻ ഇത് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് അറിയുന്നത്. അപ്പോൾ ആ ഒരു വളരെ അവരുടെ ദുഃഖവും സങ്കടവും വിഷമങ്ങളും എല്ലാം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് അവരോട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മക്കളെ ഉപദ്രവിക്കരുത്, അവരുമായിട്ട് അവരെ കൊണ്ടുവരണം. നമ്മുടെ ഒരു വാഹനമാണെങ്കിൽ ഇടിക്കും. അപ്പോൾ നമ്മളത് പരിക്ക് പറ്റിയത് പരിഹരിച്ച് കൊണ്ടുവരിക. നിങ്ങളുടെ ആകെയുള്ളൊരു സമ്പാദ്യമാണ് മക്കൾ. ആ മക്കൾ നിങ്ങളുടെ ഭാവിയെ സുരക്ഷിതമാക്കണമെങ്കിൽ മക്കളെ നല്ല വഴിക്ക് കൊണ്ടുവരണം. അങ്ങനെ അതിനൊരു സെക്ഷനുണ്ട്, ഒരു വിമുക്തി ബോധവൽക്കരണ സെക്ഷൻ. അതോടൊപ്പം തന്നെ എല്ലാ ഓഫീസുകളിലും ഇതുപോലെ എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനങ്ങൾ ചെയ്യുകയും അതോടൊപ്പം മാതാപിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും, അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അധ്യാപകർക്ക് ഒരുപാട് പരാതികളുണ്ട് കുട്ടികളെ സംബന്ധിച്ചോളം. അവർക്ക് ഇടപെടാൻ പറ്റുന്നില്ല. അപ്പോൾ അതിന് ഞങ്ങളെ വിളിക്കും, ഞങ്ങളിവിടെ ചെല്ലും, കുട്ടികളോട് സംസാരിക്കും. അപ്പോൾ നമ്മളിതൊരു വലിയ റാക്കറ്റാണ്. ഇപ്പം നമ്മുടെ ഈ കോവിഡിന് ശേഷം ഉണ്ടായ വലിയൊരു മാറ്റമാണ്. ഇതൊരു 2021 മുതലാണെന്ന് തോന്നുന്നു കൂടുതൽ കണ്ടു തുടങ്ങി. പെൺകുട്ടികളെ കുറിച്ച് പ്രത്യേകിച്ച് പെൺകുട്ടികൾ കൂടുതൽ ഈ കുറ്റകൃത്യങ്ങളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് ഈ കൂടുതൽ ഈ അഫെയറിലൊക്കെ പെട്ട് അങ്ങനെ ചതിക്കുഴികളിലൊക്കെ പെട്ടിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ നമ്മുടെ ഈ തൊടുപുഴ മേഖലയിലാണെങ്കിൽ കോളേജുകൾ കേന്ദ്രീകരിച്ച് ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ചൊക്കെ ഒരുപാട് ഇങ്ങനെയുണ്ട്. പിന്നെ നമ്മൾ പെൺകുട്ടികളാകുമ്പോൾ നമ്മളൊരു സോഫ്റ്റ് കോർണർ അവരെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഒന്നും മാറ്റിയെടുക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ എൻഫോഴ്സ്മെൻറ്റ് കേസിലേക്കൊന്നും കൊണ്ടുവരാതെ അവരെ കൗൺസിലിങ്ങിലൂടെ എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കാമെന്നുള്ള രീതിയാണ് നമ്മൾ കൂടുതലും